ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. കടം കൊണ്ടാകെ വലഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നുണ്ട് വേണു. ആ സമയം വേണു അനാമികയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി വേറെ ഒരു മാർഗവുമില്ല. കടക്കാരാണെങ്കിൽ വീട് അന്വേഷിച്ച് വരാനും തുടങ്ങി. നീ നയനയുടെ റൂമിൽ കയറി മുത്തശ്ശി കൊടുത്ത ആ സ്വർണം അതിങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം അനാമിക പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, എനിക്ക് നല്ല പേടിയുണ്ട്. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി എന്നൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോ, മോളെ നിനക്ക് പേടിയാണെങ്കിൽ ഈ അമ്മയെ അങ്ങോട്ട് വരാം. ആരും അറിയാതെ ഞാൻ എടുത്തോളാം ആ സ്വർണം മുഴുവൻ എന്നിങ്ങനെ പറയുന്നുണ്ട് രേവതി. അനാമിക ചോദിക്കുന്നുണ്ട്, സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടാൽ ആകെ പ്രശ്നമാവില്ലേ അമ്മേ? ദേവയാനി വല്യമ്മ തന്ന ആ മാല മിസ്സിംഗ് ആയിട്ട് എന്തൊക്കെ പുകിലാ ഉണ്ടായത്? അത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഇനി അതിന്റെ കൂടെ ഇതുകൂടെ കാണുന്നില്ലെന്ന് എല്ലാവരും അറിഞ്ഞാ പിന്നെ അത് വലിയ പ്രശ്നമാകും അമ്മേ. അപ്പൊ വേണു അനാമികയോടായിട്ട് പറയും, അതിനൊരു മാർഗമുണ്ട് മോളെ. നിങ്ങൾ രണ്ടുപേരും സ്വർണമായിട്ട് ഇങ്ങോട്ട് വരണം. അതുപോലുള്ള സെയിം മുക്കുപണ്ടം ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചാൽ മതിയല്ലോ. പിന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവാനും പോകുന്നില്ല. രേവതിക്ക് അത് കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുകയാണ്. ശരിയാ മോളെ, അനന്തപുരിയിലുള്ളവർ ആ സ്വർണം വിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അത് മുക്കുപണ്ടമാണെന്ന് ആരും ഒരിക്കലും തിരിച്ചറിയുകയില്ല. അങ്ങനെയും പറഞ്ഞ് രേവതി അനാമികയോടൊപ്പം നേരെ അനന്തപുരിയിലോട്ട് വരികയാണ്. എന്നിട്ട് ആരും ഇല്ലാത്ത സമയം നോക്കി രേവതി നമ്മുടെ നയനയുടെ റൂമിൽ കയറി ആ സ്വർണ്ണം ഒക്കെ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മോഷ്ടിച്ച സ്വർണവുമായിട്ട് അവരവിടെ ഒന്ന് കടന്നു കളയാൻ തുടങ്ങുന്നതും അതിൽ നിന്നൊരു മാല കൊണ്ടുപോകുന്നതിനിടയിൽ അതിൽ നിന്നൊരു മാല നിലത്തേക്ക് വീഴുവാണ്. എന്നാൽ അത് നമ്മുടെ നവ്യ കാണാനിടയാവുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുവാണ്. എന്നിട്ട് ഉടനെ തന്നെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നയനയുടെ സ്വർണ്ണമല്ലേ, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അനാമികയും രേവതിയാണെങ്കിൽ ആകെ നിന്ന് വിറക്കുന്നുണ്ട്. എങ്കിലും അനാമിക ഡൗട്ടൊന്നും തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നവ്യയോടായിട്ട് തിരിച്ചു പറയുന്നുണ്ട്, ഇതേ നിന്റെ അനിയത്തിയുടെ സ്വർണ്ണമൊന്നുമല്ല, ഇതെന്റെ തന്നെയാ. എന്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണം. നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഒരുപോലുള്ള സ്വർണം മറ്റാർക്കും ഉണ്ടാവില്ലെന്ന്. നയനയുടെ സ്വർണം അവളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നീ അത് അവളോട് പോയി ചോദിക്കാൻ പറയുന്നുണ്ട് പുച്ഛത്തോടെ അനാമിക. എന്നാൽ നവ്യയല്ലേ ആള്. നവ്യക്ക് ഇവരുടെ കള്ളക്കളികളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അനാമിക നീ വായടക്കടി. നീ പറഞ്ഞിട്ടില്ലേ ഇവര് നയനയുടെ റൂമിൽ കയറി സ്വർണം മോഷ്ടിച്ചത്? ആദർശേട്ടനും നയനയും ഇല്ലാത്ത സമയം നോക്കി നിന്റെ അമ്മ എന്തിനാ ആ റൂമിൽ കയറിയത്? ഞാനേ ഇപ്പൊ തന്നെ ഇക്കാര്യം മുത്തശ്ശനെ അറിയിക്കും എന്നും പറഞ്ഞ് നവ്യ എല്ലാവരെയും അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഭയന്ന് നിൽക്കുകയാണ് അനാമികയും രേവതിയും. ശരിക്കും എട്ടിന്റെ പണി തന്നെയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും നവ്യ അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. മുത്തശ്ശിയോടൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണം എല്ലാം കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെന്തായാലും അനാമിക മോളുടെ ആഭരണങ്ങളൊന്നുമല്ല, ഇതെന്റെ ഭർത്താവ് എനിക്ക് തന്ന ആഭരണങ്ങളാണ്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്റെ മരുമകളുടെ സ്വർണം മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി അനാമികെ? നിന്റെ ഭർത്താവ് കൊണ്ടുവച്ചതുപോലെയാണല്ലോ നീ മുറിയിൽ കയറി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നാണമില്ലോടി. ഉടനെ രേവതി തിരിച്ചു പറയുന്നുണ്ട്, അത് പിന്നെ ദേവേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ദേവേച്ചിയുടെ മരുമകൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ. ഈ വീട്ടിലുള്ളവർ കൊടുത്തതല്ലേ, അതല്ലേ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അതിലേ എന്റെ മോൾക്കും അധികാരമുണ്ട് എന്നും പറഞ്ഞ് നിൽക്കുകയാണ് രേവതി. പക്ഷേ ദേവയാനി വിട്ടുകൊടുക്കുന്നില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ മോൾക്ക് അധികാരമുണ്ടെന്ന്, എന്ന് വെച്ചാൽ ആരും കാണാതെ അത് കട്ടുകൊണ്ട് പോകാമെന്നാണോ? എന്തൊരു സ്വഭാവമാ. എന്നിട്ട് അനാമികയോടായിട്ടും പറയും, അനാമികെ നിനക്ക് സ്വർണത്തിന് ഇത്ര ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ അത് മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ജാനകിയുടെ അടുത്ത് പറയണമായിരുന്നു. ജാനകി അവളുടെ മൊത്തം സ്വർണവും നിനക്ക് തന്നേനെ. അത് ചെയ്യാതെ അതിനു പകരം നയനയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. എന്റെ മോന്റെ മുറിയിൽ കയറി ഇതൊക്കെ മോഷ്ടിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നിയടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ദേവയാനി രണ്ടിനും നേരെ. ഇതേ സമയത്തായിരിക്കും കേട്ടോ രേവതിക്ക് വേണുവിന്റെ കോള് വരുന്നത്. വേണു ആണെങ്കിൽ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇരിക്കുന്നത്. കാര്യങ്ങളൊക്കെ എന്തായി, എല്ലാം ഓക്കെ ആയില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വേണു വിളിക്കുന്നത്. രേവതി ആ കോള് കട്ട് ചെയ്യാൻ നോക്കുന്നത് കാണുന്ന ദേവയാനി അതിന് സമ്മതിക്കാതെ ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് വേണുവിന്റെ കോൾ അറ്റൻഡ് ചെയ്യാണ്. ശേഷം സ്പീക്കറിലിട്ട് മുത്തശ്ശനെയും ബാക്കിയുള്ളവരെയും ഒക്കെ അതിന്റെ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വേണു ചോദിക്കുകയാണ് ഇതൊന്നും അറിയാതെ, എന്തായി രേവതി, നയനയുടെ സ്വർണ്ണമൊക്കെ നിന്റെ കൈകളിലേക്ക് എത്തിയോ? എത്രയും പെട്ടെന്നേ നീ അത് ഇവിടേക്ക് എത്തിക്കണം. അത് വിറ്റ് വേണം എന്റെ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനെന്ന് നിനക്ക് അറിയാലോ. ഒരു 65 ലക്ഷം എന്തായാലും കിട്ടുമായിരിക്കും. നമുക്ക് അതുപോലത്തെ ഡിസൈനുള്ള ഒരു മുക്കുപണ്ടം മണിയിച്ച് അവിടെ കൊണ്ട് വയ്ക്കാന്നേ തൽക്കാലം. ആ നയനെന്ന് പറയുന്നവള് അതൊക്കെ ഇട്ടാ മതി. പിന്നെ നീ അനാമികമ്മളോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഹലോ രേവതി, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ വേണു ചോദിക്കുമ്പോൾ ദേവയാനി ഉടനെ അയാളുടെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇതിന്റെ പിന്നിലെ കൈയൊക്കെ വേണുവിൻ്റെതാണ്. നയനയുടെ സ്വർണം വിറ്റിട്ട്
കടം തീർക്കണം. അതായിരുന്നു ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം. കാൽ കാശിന് ഗതിയില്ലാത്തവരാണ് അനാമികയും ഫാമിലിയും എന്ന് ഇപ്പൊ എല്ലാവരും തിരിച്ചറിഞ്ഞില്ലേ? ഇതിനിടയിൽ നവ്യയും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറില്ലേ, അതിപ്പോ ഈ വീട്ടിലുള്ളവർക്ക് മനസ്സിലായല്ലോ. നയനയുടെ സ്വർണം കട്ടുകൊണ്ട് പോയി വിറ്റിട്ട് വേണം ഇവർക്കൊക്കെ ജീവിക്കാനെന്ന് പറയുന്നുണ്ട് നവ്യ. അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തായെന്ന് മനസ്സിലാവുന്നതും അനാമികയും രേവതിയൊക്കെ മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ അനാമികയ്ക്കും രേവതിക്കും ഒന്നും പറയാനില്ലേ? എന്റെ കൊച്ചുമോളുടെ സ്വർണം വിറ്റിട്ട് വേണോ രേവതിക്ക് ഭർത്താവിനെ സഹായിക്കാൻ? നിങ്ങളൊരു അമ്മയല്ലേ? മകളെ കെട്ടിച്ചുവിട്ട വീട്ടിലെ സ്വർണം ഏതെങ്കിലും അമ്മ മോഷ്ടിക്കാൻ നോക്കുവോ? നാണോ ഇല്ലേ? ഇത്രയും ആത്മാഭിമാനവും അന്തസ്സും ഇല്ലാത്തവരാണോ അനാമികയുടെ ഫാമിലി എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട് മുത്തശ്ശനും. ഇതൊക്കെ കേട്ട് ഒന്നും പറയാനാവാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അനാമികയും രേവതിയും ഒക്കെ. ഈ സമയത്തായിരിക്കും ആദർശും നയനയും ഒക്കെ പുറത്തുപോയി തിരിച്ചെത്തുന്നത്. അപ്പോൾ അനന്തപുരിയിലെ ഈ സംസാരവും ബഹളവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവയാനിയുടെ, എന്താ അമ്മ, എന്താ ഇവിടുത്തെ പ്രശ്നം? ഇതെന്താ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നതായിട്ട്. നിന്റെ അനിയന്റെ ഭാര്യയും അവളുടെ കുടുംബക്കാരും ഒക്കെ കള്ളന്മാരാടാ ആദർശേ. നമ്മുടെ തറവാട്ടിൽ വന്ന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കയറി വന്നോളാ ഈ അനാമിക എന്ന് പറയുന്നവള്. നയനമോളുടെ ആഭരണങ്ങള് അത് മോഷ്ടിച്ചു കൊണ്ടുപോയായിരുന്നു ഈ രേവതി. പക്ഷെ അത് നവ്യമോള് കയ്യോടെ പിടികൂടി എന്നിങ്ങനെ കാര്യങ്ങളെല്ലാം ആദർശിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ദേവയാനി. നയനയാണെങ്കിലും ഇതൊക്കെ കേട്ട് വല്ലാതായി നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിലും അനാമിക നവ്യയെ പൊക്കി പറയുന്നത് കേട്ടിട്ട് അത് പിടിക്കാതെ തിരിച്ചു പറയുന്നുണ്ട്, ദേവയാനി വല്യമ്മ അങ്ങനെ നവ്യയെക്കുറിച്ചൊന്നും കൂടുതൽ പുകഴ്ത്തി പറയണ്ട. ഞങ്ങളെക്കാൾ വലിയ കല്ല് തന്നെയാ അവള്. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചമയുന്നതാ. എന്നാ നയനയ്ക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്റെ ചേച്ചിയെ പറ്റി നീ ഇല്ലാത്തതൊന്നും പറയരുത്. അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. സ്വന്തം അമ്മയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാനായി പറഞ്ഞു വിട്ടവളല്ലേടി നീ. എന്തായാലും അത്തരം ദുസ്വഭാവമൊന്നും എന്റെ ചേച്ചിക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. ഉടനെ അനാമിക തിരിച്ചു പറയും, എന്റെ അമ്മ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ വീട്ടിലെ ആഭരണങ്ങളാണ്, അല്ലാതെ നിന്നെ കെട്ടിച്ചു വിടുമ്പോ നിന്റെ അച്ഛൻ തന്നു വിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. രേവതിയാണെങ്കിലും കട്ടയ്ക്ക് നിന്നുകൊണ്ട്, അല്ല പിന്നെ ഇവളുടെ സംസാരം കേട്ടാ തോന്നും ഇവളുടെ അച്ഛനൊന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്വർണ്ണമാണ് ഞാൻ എടുത്തതെന്ന്. ഇവിടുത്തെ മുത്തശ്ശനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമല്ലേടി ഇത് ഞാൻ എടുത്തെങ്കിൽ അദ്ദേഹം ചോദിച്ചോളും, നീ ചോദിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് നയനയെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ രേവതി. നയനയാണെങ്കിൽ വീഴാൻ പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ആദർശ് ഓടി വന്ന് നയനയെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് എന്റെ മരുമകളെ പിടിച്ച് ഉപദ്രവിക്കുന്നു, ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്നും പറഞ്ഞ് ദേവയാനി രേവതിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതുകൂടെ കാണുമ്പോഴത്തേക്കും അനാമിക ശരിക്കും നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. വല്യമ്മ എന്തിനാ എന്റെ അമ്മയെ തല്ലിയത്? അതിന് വല്യമ്മയ്ക്ക് എന്ത് അധികാരമുള്ളത് എന്നൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മുത്തശ്ശനെ ഇതെല്ലാം കണ്ടും കേട്ടും ആകെ വല്ലാതാവുന്നുണ്ട്. അപ്പോ ദേവയാനി മുത്തശ്ശന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാനത് ക്ഷമിച്ചെന്ന് വരും. പക്ഷെ എന്റെ നയനമോളുണ്ടല്ലോ, അവളോട് എന്തെങ്കിലും അതിക്രമം കാണിച്ചാ അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല. എന്താ ചെയ്യാന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ രേവതിയെ അടിച്ചത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ എനിക്കതിൽ യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി. അനാമികയാണെങ്കിൽ പിന്നെയും ദേവയാനിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി, രേവതി ഈ കാണിച്ച അതിക്രമത്തിന് ശരിക്കും പല്ലടിച്ച് താഴെ ഇടുകയാണ് വേണ്ടത്. ഞാനത് ചെയ്യാത്തതേ ഇവർ അനിയുടെ അമ്മായിയമ്മ ആയതുകൊണ്ട് മാത്രമാണ്. നീ ചെയ്തതില് ഒരു തെറ്റുമില്ല ദേവയാനി. സുഖമില്ലാത്ത നയനയെ കയ്യേറ്റം ചെയ്യാൻ രേവതിക്കാരാ പെർമിഷൻ തന്നത് എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട് അവർക്ക് നേരെ. ആ സമയം ജാനകിയും ജലജയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവര് നയനയാണ് കുറ്റപ്പെടുത്തുന്നത്. നയന എന്ന് ഈ വീട്ടിൽ കയറി വന്നു അന്ന് തുടങ്ങിയതാണ് ഈ വീടിന്റെ കഷ്ടകാലം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏട്ടത്തിക്ക് ഇവളെ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ജാനകി നയനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇടപെട്ടുകൊണ്ട് ദേവയാനി പറയും, നയനയല്ല നിങ്ങളുടെ മരുമകളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് നയനയുടെ മേൽ കെട്ടിവെക്കാൻ നോക്കണ്ട കുറ്റങ്ങളൊന്നും. എന്തായാലും കാര്യങ്ങളെല്ലാം ജാനകിയോടും ജലജയോടും ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാമികയും രേവതിയും കൂടെ രേണുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വർണം മോഷ്ടിക്കാൻ പോയ കാര്യങ്ങളെല്ലാം ദേവയാനി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നിന്നു പോവുകയാണ് ജാനകി. എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോടി? നിന്റെ അമ്മ നയനയുടെ റൂമിൽ കയറി മോഷ്ടിച്ചോ? എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതിനാണോടി ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ടേക്ക് വരുന്നത്? കഷ്ടം തന്നെ എന്നെല്ലാം പറഞ്ഞ് അനാമികയുടെ നേരെ ചൂടാവുന്നുണ്ട് ജാനകി. അപ്പോ അനാമിക താഴ്മയോട് പറയും, അതമ്മേ, എന്റെ അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റി. മുത്തശ്ശനാണെങ്കിലും എന്റെ അമ്മയോട് ഒന്ന് ക്ഷമിക്കണം. ഇതൊരു ഇഷ്യൂ ആക്കി എടുക്കരുത് എന്നും പറഞ്ഞ് കള്ളക്കണ്ണീരൊഴുക്കാണ് അനാമിക. പക്ഷെ ആദർശ് പറയും, ഇതങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റുന്ന കുറ്റമല്ല മുത്തശ്ശ, ഇത് ഞാൻ കുറേയായി ക്ഷമിക്കുന്നു. ഇതിന് തക്കതായ നടപടി എടുത്തേ പറ്റൂ, അല്ലെങ്കിലേ ഇവരിനിയും ഇത് ചെയ്യും. ഞാനും നയനയും ഇല്ലാത്ത സമയത്താണ് ഇവർ ഞങ്ങളുടെ റൂമിൽ കയറിയത്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല.
അങ്ങനെ ഒടുവിൽ മുത്തച്ഛൻ പറയുന്നുണ്ട്, ആദർശ് പറഞ്ഞത് കേട്ടല്ലോ, അനാമികയും രേവതിയും നയനമോളോട് മാപ്പ് ചോദിക്കട്ടെ. മോളത് പുറത്തു തരുമെങ്കിൽ ഞാൻ അനാമികയ്ക്കും രേവതിക്കുമെതിരെ ഒരു നടപടി എടുക്കില്ല എന്ന് മുത്തച്ഛൻ പറയുന്നു കേട്ട് എല്ലാവരും അത് ശരിവെക്കുന്നുണ്ട്. പക്ഷെ അനാമികയാണെങ്കിൽ അതിനൊന്നും താൻ തയ്യാറല്ലെന്നുള്ള മട്ടിൽ തന്നെയാണ്. മരിക്കേണ്ടി വന്നാലും ശരി, ഞാൻ ഇവളുടെ മുമ്പിൽ പോയി ക്ഷമ പറയില്ല. അതിന് മാത്രമുള്ള തെറ്റൊന്നും ഞാനും എന്റെ അമ്മയും ഇവിടെ ചെയ്തിട്ടില്ല. രേവതിയും പറയുന്നുണ്ട്, അനാമിക മോള് പറഞ്ഞു തന്നെയാണ് ശരി. ഇവിടുത്തെ മൂർത്തി സാറിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഞങ്ങൾ മാപ്പ് പറയാം. പക്ഷെ നയനെന്ന് പറയുന്നവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ, മാപ്പ് പറയാൻ ഞാനും എന്റെ മോളും തയ്യാറല്ല. എന്നാൽ അനാമികയുടെയും രേവതിയുടെ ആ നിലപാട് കാണുമ്പോൾ ദേവയാനിക്ക് ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട്. രേവതിയോട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട് ദേവയാനി. ഇനി മുതലേ അനാമിക മോളെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. അവളെ ഫോൺ ചെയ്യാനോ അവളെ കാണാനോ ശ്രമിച്ചാൽ തക്കതായ ശിക്ഷ തരാൻ പോകുന്നത് ഞാനായിരിക്കും. തിരിച്ച് അനാമികയും അവളുടെ വീട്ടിലേക്ക് പോകാനോ ഫോൺ ചെയ്യാനോ പാടില്ല. എന്താച്ചാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതാണ് ദേവയാനി ശരി. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. രേവതി, എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. അനാമികെ, നീയും കേട്ടില്ലേ, ദേവയാനി എടുത്തത് ശരിയായ നടപടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ നീ നിന്റെ അച്ഛനെയും അമ്മയും കാണാൻ ഇവിടെ ഒന്നും പോകരുത്. ഇനി അവരെ ഫോൺ ചെയ്യാനും നിൽക്കരുത്. അങ്ങനെ മുത്തശ്ശന്റെ ആ കടുത്ത തീരുമാനത്തില് ഞെട്ടി നിൽക്കുന്നുണ്ട് അനാമികയും രേവതിയും ഒക്കെ. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ശരിക്കും നല്ല 8ന്റെ പണി തന്നെ 2 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്